ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് കന്നഡ വാക്കുകൾ പഠിച്ചാലോ? ഞങ്ങളിന്ന് പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. റിലയൻസിലൊന്നും പോയില്ല പച്ചക്കറി വാങ്ങാൻ, ഞങ്ങളുടെ അടുത്തുള്ള കടയിലാണ് വന്നത്. നമ്മളിങ്ങനെ ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ വന്നാലേ നമുക്ക് ഈ ഓരോ സാധനങ്ങൾക്കും കന്നഡയിലൊക്കെ എന്താ പറയാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റിലയൻസിലൊക്കെ എടുത്തു വെച്ചത് നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത് എടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. കാര്യമായിട്ട് ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇവരുടെ നാട്ടിലെന്താ ഇതിനെ പറയാന്നില്ല ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഇവിടെയൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്താണ് അതിന് കന്നഡയിൽ പറയാന്നുള്ളത് പറഞ്ഞു തരും. 2 തരം ഉള്ളി ഉണ്ടെന്നാ പറയുന്നത്. ഒന്ന് kg 25, പിന്നെ 40. 40-ന്റെ ഉള്ളി 1 മാസം വെച്ചാലൊന്നും പറ്റില്ല എന്ന് മൂപ്പര് പറയുന്നത്. ദൈവത്തിന് അറിയാൻ എന്ത് പറ്റുന്നു. ഉള്ളിക്ക് ഈരുള്ളി എന്നാണ് ഇവിടെ പറയുന്നത്. ഉരുളക്കിഴങ്ങിന് ആലുഗഡ്ഡ എന്നും, ബദനക്കായ് വഴുതനങ്ങ, ബെണ്ടക്കായ് വെണ്ടക്ക, ഹാങ്കലക്കായ് കൈപ്പക്ക. 100 രൂപയായിട്ടുണ്ട്. ചെറുപയർ വാങ്ങാൻ വന്നാണ്. കഞ്ഞി ഉണ്ടാക്കാനൊരു പ്ലാൻ. നല്ല തണുപ്പാണ്. പിന്നെ പുതിയൊരു വേർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സെൻറ്റൻസ് ആണ്. ലക്ക മാടബേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ്. ഓക്കെ, കഴിഞ്ഞ് കടയിൽ കിട്ടിയില്ല. അപ്പോൾ വേറെ കടയിൽ വന്നിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേര് ചെറുപയറിന് പറയുക യസ്രു കാലു എന്നാണ്. വാങ്ങാൻ വന്ന സാധനം. പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ഒരു ട്രയാങ്കിൾ പീസ വാങ്ങി കഴിച്ചു. ഇതിന് 30 രൂപയേ ഉള്ളൂ വില. വളരെ ചെറിയൊരു ഷോപ്പാണിത്. മാക്സിമം ഒരു 8 പേർക്കൊക്കെ അതിനുള്ളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക ഷോപ്പുകളും പലരുടെയും വീടിനോട് ചേർന്നിട്ടുള്ള കടകളാണ്. ഇതും അതുപോലെ ഒന്നാണ്. ഒരമ്മയും മകനും മകളും ഒക്കെ ചേർന്നിട്ട് നടക്കുന്ന ഒരു ചെറിയൊരു കട. ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ വന്നത് ഒരു ചെറിയൊരു പയ്യനാണ് കേട്ടോ. ഇവരുടെ റിലേറ്റീവ് ആരെങ്കിലും ആയിരിക്കും. ആള് ഭയങ്കര സ്മാർട്ടാണ്. ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി.